ഇപ്പോൾ മതം എന്ന് പറയുന്നത് ആരോ ഇതിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് ഇതൊരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊരു ഭയപ്പെടുത്തൽ നടക്കുന്നുണ്ട്. ഒരു പേടിപ്പിക്കലുണ്ട് ഇതിലെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു പവറില്ല എന്നാണല്ലോ നിങ്ങൾ ഐ മീൻ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നും കൂടെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞ മാതിരി, അതായത് നമ്മളുടെ ഡിസിഷൻസ് നമ്മളെടുക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ആ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ വരും വരായികകൾ ഇതും കൂടി ഓർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ ഉണ്ടാവും. നിങ്ങളൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടാക്കാൻ പറ്റുന്നതോടെ തന്നെ ദൈവം മരിക്കുകയാണ്. അങ്ങനെ ഒരു പവറിന് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഒരു ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ എ മാത്രമേ പാടുള്ളൂ. പ്ലാൻ ബി എന്താണ്? അത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ദൈവമല്ലേ ബാക്കി കാര്യം. അതായത് നിങ്ങളൊരു കാര്യം അങ്ങോട്ട് ചെയ്യുക. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങളങ്ങ് എടുത്ത് ചാടുക. താഴെ എത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ദൈവം നോക്കും. അങ്ങനെയല്ലേ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചാടുമോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിക്കും, അങ്ങനെ ചാടാൻ പറ്റില്ല. 1-ാം നിലയിൽ നിന്നൊക്കെ വേണമെങ്കിൽ ചാടി നോക്കാം. എന്നാലും 2-ാം നിലയിൽ നിന്നൊക്കെ ചാടിയാൽ ചിലപ്പോൾ പണിയാവും. 10-ാം നിലയിൽ നിന്ന് ആരും ചാടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം ചിന്തിക്കാൻ, എവിടുന്ന് എന്താണ് അതിന് വരായിക്കാന്ന് നമുക്ക് ചിന്തിക്കാൻ അറിയാം. അതെല്ലാ വിഷയത്തിലും അപ്ലൈ ചെയ്താൽ പോരെ. പിന്നെ വേറെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഈ പവറിൽ ഉള്ള ഇത് പോകുന്നതിൻ്റെ. ഒന്നാമത്തത്, നമുക്കൊരു മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ ഒരു പവർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പഠിക്കണതന്നെ അങ്ങനെയാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ദൈവമൊന്നുമില്ല, ആ കൂടി ഒരു ദൈവമുള്ളൂ. അപ്പോൾ നമ്മൾ ആ കൂടിയുള്ളൊരു എളുപ്പപ്പണി എന്താണ്? ഈ അള്ളാഹുവിനെ അങ്ങ് കളയാന്നുള്ളതാണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അവിടെ ശൂന്യതയാണ്, പിന്നെ അവിടെ വേറൊരു പവറില്ല. അപ്പോൾ അതും ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി, ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാലും അങ്ങനെ ഒരാൾക്ക് എന്തായാലും ദൈവമാവാനുള്ള, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ഈ അള്ളാഹുവിനില്ല. കാരണം ഇതേപോലെ പല തോന്നിയാസങ്ങളാണല്ലോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് വന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരാൾ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരാളാണ് എന്ന് പറയുമ്പോൾ 2 കാര്യമാണ് അവിടെ വരിക. അതായത് ഒന്ന്, ഈ ഉണ്ടാക്കി കഴിയണം. ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ മൈക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ്. ഹു ഇസ് ദ മാനുഫാക്ചറർ എന്ന് ചോദിക്കുന്നത് മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോഴാണ്. നമ്മളുടെ ഈ പ്രപഞ്ചമോ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യ ശരീരമോ മൃഗങ്ങളോ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഇവോൾവിങ്. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റിൽ ഇവോൾവിങ്. അപ്പോൾ അതെന്തിനാണ് ഇവോൾവ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാക്കിയങ്ങ് വെച്ചാൽ പോരെ. ഇപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന സാധനം, അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റിൽ ഇൻ ദ മേക്കിംഗ്. അപ്പോൾ നമ്മളും ആ മേക്കിങ്ങിൻ്റെ പാർട്ടാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു മൊമെൻ്ററി ആയിട്ട് നമ്മൾ അതിനകത്ത് ഭാഗമാവുന്നു, അത്രേ ഉള്ളൂ. ഒരു കോസ്മിക് ഡസ്റ്റ് മാത്രമാണ് നമ്മൾ എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കി കഴിയാത്ത സാധനത്തിന് മാനുഫാക്ചർഷിപ്പ് അവകാശപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു തോൽവിയാണ്. സാധനം ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് വിളിക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് അതിനേക്കാളും വലിയ സാധനമായിട്ട്, കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സയൻസും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഇതിൽ പൊള്ളത്തരം വരും, പുറത്തേക്ക് വരും. അപ്പോൾ അതും കൂടി വരുമ്പോൾ ഇതൊരു ഓൾ ടുഗദർ ഇതൊരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാണ്. ഈ 2 വശത്തും കൂടി ബെനിഫിറ്റ് ചെയ്യുന്ന ആരാണ്? ലൈക്ക് ഈ കുക്ക്ഡ് അപ്പ് സ്റ്റോറിയിൽ ബെനിഫിറ്റ് അതിലേക്ക് വരാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ സാധനം നമ്മൾ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇതിങ്ങനെ പവർ ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു പ്ലാൻ ബി ഉണ്ടാക്കാൻ നമ്മൾ ശീലിച്ചാൽ തന്നെ പിന്നെ പ്ലാൻ സിയും ഡിയും ഒക്കെ ഉണ്ടാകാനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ഈ പവറിലൊന്നും വിശ്വസിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സാധനം, ഈ കഴിവ് നമ്മൾ എന്തിനാണ് സപ്രസ് ചെയ്യുന്നത്? ഇതാണല്ലോ അവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് കഴിവുണ്ട്, നമ്മൾ സപ്രസ് ചെയ്ത് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് അവരെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാരാണ്? അത് ഈ മതത്തിൻ്റെ ആളുകൾ. പ്രവാചകം അങ്ങോട്ട് തുടങ്ങി, അതിലെ പുരോഹിതന്മാർ, അതിലെ എല്ലാ മതത്തിനും ഇത് ബാധകമല്ലേ? എല്ലാ മതത്തിനും ബാധക. ഗോഡ്മെൻ. കാരണം ഈ എല്ലാ മതത്തിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കഥകളാണ്. എല്ലാ മതത്തിലും കഥകളുണ്ട്. കഥയില്ലാത്ത ഏതെങ്കിലും ഒരു മതം ഉണ്ടോ? എല്ലാ മതത്തിനും എന്തെങ്കിലും ഒരു കഥ കാണും.
അപ്പോൾ ഈ കഥ ഇല്ല എന്നുണ്ടെങ്കിൽ മതം തന്നെ ഇല്ല. ഒന്നത്. 2, എല്ലാ കഥയിലും ഓരോ തരം ദൈവങ്ങളാണ്. എന്നതെല്ലാം ഒന്നാണ്, അതുമില്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു മുസ്ലിമാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. സപ്പോസ് ക്രിസ്ത്യാനിക്കും സ്വർഗമുണ്ട്, മുസ്ലിമിനും സ്വർഗമുണ്ട്. അപ്പോൾ മുസ്ലിമിൻ്റെ കണ്ണിൽ അയാൾ ഇസ്ലാമാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലും അയാൾ വിശ്വസിക്കാത്ത ആൾ നരകത്തിലുമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി നരകത്തിലും മുസ്ലിം സ്വർഗത്തിലും, ഇങ്ങനെയാണല്ലോ മുസ്ലിമിൻ്റെ കണ്ണിൽ പറയുന്നത്. ഇനി ഇതേ വ്യക്തിനെ, ഇതേ 2 ആളുകൾ ക്രിസ്ത്യാനിറ്റിയുടെ കണ്ണിലൂടെ നമ്മൾ നോക്കാം. തീർച്ചയായും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആ ക്രിസ്ത്യാനി സ്വർഗത്തിലും മുസ്ലിം നരകത്തിലാണ്. അപ്പോൾ ഇപ്പം എന്തായി, ഈ മുസ്ലിം ഒരേ സമയം സ്വർഗത്തിലും നരകത്തിലും കിടക്കാനുള്ള സാധ്യതയായി. അതെങ്ങനെ കിടക്കുക? ഈക്വൽ പ്രോബബിലിറ്റിയാണ്. ഇത് മറ്റേ ഈ ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഒരേ സമയം ഉണ്ടെന്ന് പറയുന്ന മാതിരി ഒരേ സമയം ഒരാൾ എങ്ങനെയാണ് മുസ്ലിമിൻ്റെ സ്വർഗത്തിലും ക്രിസ്ത്യാനിയുടെ നരകത്തിലും കിടക്കുക? ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സമ്മതിക്കണം ഇതൊക്കെ ഒന്നാണെന്നുണ്ട്. അപ്പോൾ ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നത്? നിങ്ങൾ പറയുന്നത് അതല്ല, ഇതാണ് ഇന്നദ്ദീന ഇന്ദല്ലാഹി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് എന്തിനാണ്? അത് നിങ്ങളത് വിശ്വസിച്ചോ, ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല, നന്മ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. അതല്ലല്ലോ ഇവർ പറയണത്. നിങ്ങൾ എത്ര നന്മ ചെയ്താലും ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നാണ്, നന്മ ചെയ്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചോ, എന്തോ കുഴപ്പമൊന്നല്ലേ ചോദിക്കണ്ടേ? അതല്ലല്ലോ അവർ ചോദിക്കണത്. അപ്പോൾ നന്മയല്ല അതിൻ്റെ ക്രൈറ്റീരിയ, അവിടെ ഈ പറയുന്ന സാധനമാണ് ക്രൈറ്റീരിയ. ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ സുഡാനിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അതിലേക്കൊക്കെ മതം വരുന്നത് അങ്ങനെയാണ്. ഇതിലെല്ലാം ഈ ഒരു ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഡൗൺ പ്ലേ ചെയ്യുകയാണ് പല ആളുകളും. കാരണം ഇത് പറഞ്ഞ പല സാധനങ്ങളും നഷ്ടപ്പെടും ആളുകൾക്ക്. അവരുടെ തന്നെ ഓൺ ബിലീഫ്സിനെ പോലും അത് ബാധിക്കും. അതാണ് അതിൽ വിഷയമായിട്ട് വരുന്നത്. സോ സേഫർ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് അവർ മിണ്ടാത്തത്. പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും പൊളിയാൻ, അതാണ് ഉണ്ടാവുക.